നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 36 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 37-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഹതോ വാ സ്വർഗം പ്രാപ്സ്യസി, നീ വധിക്കപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കും. ജിത്വാ വാ മഹീം ഭോക്ഷ്യസേ, ജയിക്കുകയാണെങ്കിലോ ഈ രാജ്യം അനുഭവിക്കാം. തസ്മാത് കൗന്ദേയ, അതുകൊണ്ട് അല്ലയോ അർജുന, യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ, യുദ്ധം ചെയ്യാൻ ഉറച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഇവിടെ എന്താ പറയണ വെച്ചാൽ, യുദ്ധത്തിൽ ഒരു പക്ഷം മരിക്കാം, അല്ലെങ്കിൽ ജയിക്കാം. കാരണം ഒരു യുദ്ധത്തിൽ 2 കൂട്ടർ യുദ്ധം ചെയ്യുമ്പോൾ 2 പേർക്കും ജയിക്കാനാണ് ആഗ്രഹം. പക്ഷെ 2 ആൾക്കും കൂടി ജയിക്കാൻ സാധിക്കില്ല. ഒരാൾക്ക് പരാജയം എന്തായാലും സ്വീകരിക്കണം. ഈ ജയം പരാജയം എന്നൊക്കെ പറയുന്നത് ഒന്നിൻ്റെ തന്നെ 2 വശങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ വീരസ്വർഗം ലഭിക്കും. അല്ല, നീ ജയിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഈ രാജഭോഗങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കാം. ഈ സ്വധർമാനുഷ്ഠാനത്തിൽ ജയപരാജയങ്ങൾ തുല്യമായ സുഖഫലങ്ങളെയാണ് നൽകുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കാത്തവരുടെ ജീവിതം എന്ന് പറയുന്നത് അന്ധവും മൂഢവുമാണ്. അതുകൊണ്ട് അല്ലയോ അർജുന, ഈ നിന്റെ കർത്തവ്യം എന്ന നിലയിൽ ധീരമായി യുദ്ധം ചെയ്യണം എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ, സുഖദുഃഖങ്ങളെയും ലാഭാലാഭൗ, ലാഭത്തെയും നഷ്ടത്തെയും ജയാജയൗ, ജയത്തെയും പരാജയത്തെയും സമേ കൃത്വാ, ഒരേപോലെ കണക്കാക്കി തത യുദ്ധായ യുജ്യസ്വ, അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടൂ. ഏവം പാപം ന അവാപ്സ്യസി, അങ്ങനെയെങ്കിൽ നീ പാപഫലത്തെ അനുഭവിക്കുകയില്ല. എന്ന് വെച്ചാൽ ഈ സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും വിജയപരാജയങ്ങളും ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. ദുഃഖം സുഖത്തിൻ്റെയും ഈ നഷ്ടം ലാഭത്തിൻ്റെയും പരാജയം വിജയത്തിൻ്റെയും വേറൊരു സ്വരൂപം മാത്രമാണ്. അതിനാൽ ഇതെല്ലാം തുല്യങ്ങളായി ഗണിച്ച് ഫലേച്ഛ കൂടാതെ നീ യുദ്ധം ചെയ്യുക. അങ്ങനെയെങ്കിൽ യാതൊരുവിധ പാപവും നിന്നെ സ്പർശിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് സൗഭാഗ്യം വരുമ്പോൾ വല്ലാതെ ആഹ്ലാദിക്കും, ദൗർഭാഗ്യം വരുന്ന സമയത്ത് വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിതിൽ ജയമാണോ ഉണ്ടാവുക പരാജയമാണോ ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് വല്ലാതെ ഉത്കണ്ഠപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ മനസ്സിനെ സമനിലയിൽ നിർത്താനായിട്ട് അഭ്യസിപ്പിക്കണം. അപ്പോൾ ഏത് സാഹചര്യത്തിലും സമനിലയോടെ ചിന്തിക്കാനുള്ള ആ മനോധൈര്യം കൈവന്നാൽ പിന്നെ യാതൊരു ഉത്കണ്ഠയും ആകുലതയും കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ അർജുനോട് പറഞ്ഞത്, സ്വന്തം കർത്തവ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് യുദ്ധം ചെയ്യൂ എന്ന്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഏഷാ തേ ഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. പാർത്ഥ, അല്ലയോ അർജുന, ഏഷാ സാഖ്യേ ബുദ്ധി തേ അഭിഹിത, സാഖ്യ സിദ്ധാന്തം അനുസരിച്ചുള്ള ജ്ഞാനമാണ്
ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞത്. യോഗേതു ഇമാം ശൃണു. കർമ്മയോഗത്തെക്കുറിച്ച് ഇനി കേട്ടുകൊള്ളുക. യയാ ബുദ്ധ്യാ യുക്ത കർമ്മബന്ധം പ്രഹാസ്യസി. ഈ ജ്ഞാനം ലഭിച്ചാൽ നീ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാകും. ഇവിടെ ഭഗവാൻ അർജുനന് ഇത്രയും നേരം സാഖ്യയോഗമാണ് ഉപദേശിച്ചത് എന്നാണ് പറഞ്ഞത്. എന്നാൽ അർജുനനെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ വളരെ വിഷമമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഭഗവാൻ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് ഉതകുന്ന വിധത്തിൽ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കർമ്മയോഗത്തെക്കുറിച്ച് പറയാം എന്നാണ് പറയുന്നത്. ഈ സാഖ്യ സിദ്ധാന്ത പ്രകാരം ജീവിക്കുന്ന ഒരാള് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് ബ്രഹ്മപദത്തിനെ പ്രാപിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഗൃഹസ്ഥന്മാരായവർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്കൊക്കെ ഈ ബ്രഹ്മാഭ്യാസത്തിനൊന്നും സമയവും സന്ദർഭവും ലഭിക്കില്ല എന്നതുകൊണ്ട് തന്നെ സ്വധർമ്മം അനുഷ്ഠിക്കവേ തന്നെ മനസ്സിനെ സമനില അഭ്യസിച്ചിട്ട് യോഗം നേടണം. അതാണ് കർമ്മയോഗം. എന്നാൽ മനസ്സിൻ്റെ ആ സമചിത്തത വർദ്ധിച്ചാൽ യോഗാനുഭവം ബലമാകും. അങ്ങനെ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്ത ശ്ലോകം നോക്കാം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇഹ അഭിക്രമനാശ നാസ്തി. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഈ യോഗധർമ്മത്തിന് ആരംഭമോ നാശമോ ഇല്ല. പ്രത്യവായ ന വിദ്യതേ. തുടങ്ങിയതിനെ മുഴുവനാക്കാഞ്ഞാലുള്ള ആ ദോഷവും ഇല്ല. അസ്യ ധർമ്മസ്യ സ്വൽപമപി മഹത ഭയാൽ ത്രായതേ. ഈ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം സ്വൽപ്പം മാത്രമായാൽ പോലും വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. എന്നുവെച്ചാൽ ഏത് സിദ്ധാന്തപ്രകാരമായാലും ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും മനസ്സിൻ്റെ സമനില അഭ്യസിക്കലാണ് പ്രധാനം. തത്വവിചാരം ചെയ്ത് സമനില നേടുന്നതാണ് ജ്ഞാനയോഗം. ഈ ലൗകിക കർമ്മങ്ങളിൽ മുഴുകിയിരിക്കവേ സമനില നേടുന്നത് കർമ്മയോഗം. ഇതേതായാലും മനസ്സിനെ സമനിലയോട് അടുപ്പിക്കുന്നത് എന്താണ്? അതിനെ യോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ യോഗബുദ്ധിയുടെ അല്പമാത്രയെങ്കിലും സമ്പാദിക്കാൻ സാധിച്ച ഒരാളുടെ മനസ്സ് പ്രകാശമാനമായി തീരും. ഈ അല്പമാത്രമായ യോഗജ്ഞാനം അദ്ദേഹത്തെ വലിയ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ